ഞാനും എൻ്റെ അമ്മയുള്ളൂ. ഇത് എൻ്റെ വീട് സഹദേവ മന്ദിരം. നമ്മൾ കടയിലൊക്കെ പോയാൽ നമ്മൾ അവിടെ എവിടെയൊക്കെ കയറിയെന്നൊക്കെയുള്ള കഥകൾ ഉണ്ടാക്കുക ഉണ്ട്. ഇപ്പോൾ സിഗ്നലൊക്കെ വന്ന് ഇപ്പോൾ ഇങ്ങനെ പല പല വേലകളാണ്. ഇങ്ങനെ പല രീതിയിലാണ് നമ്മളൊന്നും ചെയ്യരുത്. എൻ്റെ അമ്മയാണ് ഇവിടെ ഉള്ളത്, അല്ലാതെ വേറെ ആരുമല്ല. ഞാനും എൻ്റെ അമ്മയുള്ളൂ. കുറേ അവന്മാരിങ്ങനെ അവിടെ ഇവിടെയൊക്കെ വന്നിരിക്കുക, കുറേ പെണ്ണുങ്ങളും കുറേ ആണുങ്ങളും ഇങ്ങനെ കയറി ഇരുന്ന് നമ്മളെക്കുറിച്ച് കഥകളുണ്ടാക്കുക. വലിയ ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയുള്ളൂ മാരുടെയൊക്കെ ഇത് എന്തുവാ പൂർവ്വ ചരിത്രങ്ങളൊക്കെ. ഈ കുടുംബത്തെ പൂർവ്വ ചരിത്രങ്ങൾ. ഒരു സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ്റെ ചീത്തവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയുന്നത് ലൈറ്റ് ഇട്ട് കിടന്നുറങ്ങുന്നു. പിന്നെന്താണ്, ഞാൻ ലൈറ്റ് ഇട്ട് കിടന്നുറങ്ങുന്നു, ആണുങ്ങളെ പിടിക്കാനാണ്. ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വളരെ ഇതായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ തെളിവായിട്ടുണ്ട്. ഇവ പറയുന്നതിനെല്ലാം ഇതായിട്ട് നമ്മളിങ്ങനൊന്നും ആരെയും സ്റ്റോക്ക് ചെയ്യുന്നില്ല. ഇവന്മാർ നമ്മളെ സ്റ്റോക്ക് ചെയ്യുക, ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക. ഇവന്മാർ നമ്മളെ പല രീതിയിൽ ഉപദ്രവിക്കുന്നു, നമ്മളെ സ്റ്റോക്ക് ചെയ്യുക. പിന്നെ കുറേ അവന്മാരെ ഇങ്ങനെ വിട്ടിരിക്കുക. ഒരു അർജുൻ DK, പിന്നെ ഒരു ദശമൂലം എന്ന് പറഞ്ഞിട്ട് അവനൊരു ദശമൂലം ഭയങ്കര മാനസിക രോഗിയാണ്. അവൻ്റെ പ്രൊഫൈൽ പിക്കൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അവൻ ഫേക്ക് ID കൂടെയാണ് ഇങ്ങനെ കുറേ ഫേക്ക് ID ഒക്കെ ഉണ്ടാക്കി നമ്മളെ ഗ്യാസ് ലൈറ്റ് ചെയ്യുക, പിന്നെ നമ്മളെ ഇങ്ങനെ തെറി വിളിക്കുക. ഇതൊക്കെയാണ് ഇവന്മാരുടെ ഇത്. കുറേ എണ്ണം ഉണ്ട് ഇങ്ങനെ. മെയിനായിട്ട് ഇവന്മാരാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരിങ്ങനെ എന്തുവാ, സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ നമ്മുടെ മുഖത്തോട്ട് ഇങ്ങനെ ലേസർ അടിക്കും. കുറേ അവന്മാരുണ്ട് ഇവിടെ. പ്രത്യേകിച്ചും ഈ പത്മജൻ എന്ന് പറയുന്നവനാണ്. അവൻ ഈ പ്രധാനമന്ത്രി സോമരാജൻ്റെയും മോഹൻ സിംഗിൻ്റെയും ഗുണ്ടയാണ് ഈ പത്മരാജൻ. ഈ 323 നമ്പർ SNDPയിൽ പൂജ ചെയ്യാൻ വരുന്നവനാണ്. അവന് ഭയങ്കര ഇതാണ് നമ്മളോട്. എന്താണ്, അവന് നമ്മുടെ ആരൊക്കെയോ ആണെന്ന് പറയണം, നമ്മൾ അങ്ങനെ പലതും നമ്മുടെ കൈക്കലാക്കണം. പല രീതിയിലുള്ള ഹിഡൻ അജണ്ടാസുമായിട്ട് അവനിങ്ങനെ നടക്കുകയാണ്. അപ്പം അവൻ്റെ ഇതൊന്നും നടക്കാതാകുമ്പോൾ നമ്മളെ 7 ദിവസത്തിനുള്ളിൽ വകവരുത്തും എന്നൊക്കെ പറഞ്ഞങ്ങ് ഭയങ്കര ഹാലിളക്കമാണ് അവന്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ സുബ്രഹ്മണ്യൻ ഇങ്ങനെയാണ്. അപ്പോൾ അവൻ ഇങ്ങനെ നമ്മുടെ മുഖത്തോട്ട് ലേസർ അടിക്കും, നമ്മുടെ മുടി കൊഴിക്കുക, നമ്മൾക്ക് പ്രായം ഇതാക്കണം, അപ്പം നമ്മളുടെ സൗന്ദര്യമൊക്കെ ഇതാക്കി തീരാ വ്യാധി വന്ന പോലെ ആക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവന്മാരുടെ ഇത്. എന്നിട്ട് ഇങ്ങനെ ഓരോ നമ്മളെ കൊല്ലുക, നമ്മളെ ഇതൊക്കെ ആക്കാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഭയങ്കര ശല്യമാണ്. ഈ മാഫിയാണ് ഇവന്മാർ, മെഡിക്കൽ മാഫി, ഇൻഷുറൻസ് ലൂട്ടേഴ്സ്. ഇവന്മാർക്ക് ഭയങ്കര ചില ഹോസ്പിറ്റലുകളുമായിട്ടൊക്കെ ഭയങ്കര പിടിയാണ്. ലേക്ക് ഷോർ അങ്ങനെയൊക്കെയുള്ള വലിയ ഹോസ്പിറ്റലുകളിലോട്ട് ഭയങ്കര പിടിയാണ്. ലേക്ക് ഷോറിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. ലേക്ക് ഷോറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ അറിയാം. പല രീതിയിലുള്ള ഓർഗൻ മാഫിയയും അതും ഇതുമൊക്കെ അവിടെ നടക്കുന്നുണ്ടെന്ന് പല രീതിയിൽ. അതുപോലെ ഈ പരിമല ഒരു ഹോസ്പിറ്റലുണ്ട്, ഇതുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ള ഹോസ്പിറ്റലാണ്. ഇതുപോലുള്ള ഹോസ്പിറ്റലുകളാണ് ഇങ്ങനെ നമ്മുടെ ഇൻഷുറൻസ് മോഷ്ടിക്കാൻ വേണ്ടി പല രീതിയിലുള്ള കള്ളത്തരങ്ങൾ നടക്കുന്ന ഹോസ്പിറ്റലുകളാണ് ഇതൊക്കെ. അപ്പം ഇവിടെയൊക്കെ പല പല കള്ളത്തരങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇവന്മാർക്ക് ഇവരുമായിട്ടൊക്കെ ഭയങ്കര കൈയാണ്. എന്തും ചെയ്ത് കളയും ഇവന്മാർ. നമ്മളെ എവിടെയൊക്കെ കൊണ്ടിട്ട് കോമയാന്ന് പറഞ്ഞു കളയും, അങ്ങനെ പലതും. എന്നിട്ട് തൊണ്ടയൊക്കെ കുഴിച്ച് ഇവന്മാരുടെ ഹിസ്റ്ററി ഇങ്ങനെയാണ്. ഇതുപോലെ ഈ സുബ്രഹ്മണ്യൻ വന്ന് കയറിയ ഇവിടെ ഈ പോച്ചയിൽ കുടുംബത്തിലെ കുറേ എണ്ണത്തിനെ വകവരുത്തിയിട്ടുണ്ട്. എങ്ങനെ ഈ ഇടയ്ക്ക് തന്നെ ഒരു 10 വർഷത്തിനുള്ളിൽ തന്നെ വകവരുത്തിയ കഥകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്ന് തിരക്കാം. ആർക്ക് വേണമെങ്കിലും ഇത് തിരക്കാം. ഒരു പൊന്മനയിലെ ഒരു വാവാന്നായിരുന്നു ആ ചേച്ചിയെ വിളിക്കുന്ന. കായംകുളത്ത് എവിടെ ഒരു ഫിനാൻസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ ചേച്ചി. അവർ ഡിവോഴ്സ്ഡ് ആയിരുന്നു. ഒരു കൃഷ്ണ ബസ് എന്ന് പറഞ്ഞൊരു ബസ് ഉണ്ടായിരുന്നു. അതിലെ ഒരു കണ്ടക്ടറും ഓണറും കൂടെയുള്ള ഒരുത്തരായിരുന്നു കല്യാണം കഴിച്ചിരിക്കുന്നത്. കല്യാണം കഴിച്ചിരുന്ന അവർക്ക് 2 പിള്ളേരുണ്ടായിരുന്നു. എന്നിട്ട് ഇവരെ ഡിവോഴ്സ് ചെയ്ത പിള്ളേർ നല്ല മിടുക്കരായിരുന്നു പഠിക്കാൻ. ആ ചേച്ചി എന്നിട്ട് അവസാനം ഒറ്റയ്ക്കായിരുന്നു. എന്നിട്ട് ആ ചേച്ചിയെ പുല്ലുളങ്ങര കായലിൻ്റെ മണ്ടയ്ക്കൂന്ന് കായലിലേക്ക് പുതിയ സുനാമി പാലത്തിൻ്റെ മണ്ടയ്ക്കൂന്ന് തള്ളിയിട്ട് എന്നിട്ട് ചെരുപ്പ് ഇവന്മാരിങ്ങനെ വെക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് ചാടിയതാണെന്നൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ചെരുപ്പ് ഇവിടെ ഇങ്ങനെ വെക്കുന്നത്. അതുപോലെ തന്നെ ചെരുപ്പ് വെച്ച സംഭവമാണ് ഇവരുടെ തന്നെ ഈ ചേച്ചിയുടെയും. ഈ സൽപ്പകവല്ലി സുബ്രഹ്മണ്യൻ വന്ന് കയറി ആ സൽപ്പകവല്ലി എന്ന് പറയുന്നവരുടെ വേറൊരു ചേച്ചിയായ സൗദാമിനി എന്ന് പറയുന്നൊരു ടീച്ചർ, അവരുടെ ഭർത്താവ് വില്ലേജ് ഓഫീസറാണ്. അവരുടെ ഒരു മകൻ ഭയങ്കര ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു. അവരുടെ മകൻ ഇതുപോലെ കുളത്തിൽ ചത്ത് കിടക്കുന്നതാണ് കണ്ടത്. ഇതും ആത്മഹത്യയാണെന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ ചെരുപ്പ് കൊളക്കടവിൽ ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ എടുത്ത് ചാടിയതാണ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ചെരുപ്പ് ഇവിടെ വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ സാമിനി എന്ന് പറയുന്ന കല്ലടക്കാരി ഒരു അമ്മ, അവരെ ഇതുപോലെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കൊന്ന്. അവരുടെ മകനാണ്. ഒരു 2 ആൺമക്കളാണ്. ഒരെണ്ണം ശ്യാംലാൽ, ടിപ്പറോ അങ്ങനെയൊക്കെ ഏതാണ്ട് ലോറിയൊക്കെയാണ് അവൻ ഓടിക്കുന്നത്. ഭയങ്കര ഗൂണ്ടായിസ് ഒക്കെ ആയിട്ട് നടക്കുകയാണ്. ആ അനിയനെ വീട്ടിൽ പോലും കയറ്റത്തില്ല, ഷെയർ ഒന്നും കൊടുത്തിട്ടുമില്ല.
ഷെയറൊക്കെ കൊടുത്തിട്ടാണ് വീട്ടിൽ കയറ്റാണെങ്കിൽ കുഴപ്പമില്ല. ഷെയറൊന്നും കൊടുക്കാതെ എല്ലാം സ്വന്തമാക്കി വെച്ചിട്ട് ഈ പയ്യൻ ഏതൊക്കെയോ അമ്പലങ്ങളിൽ അലഞ്ഞ് നടക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ സ്വത്ത് പിടിച്ച് പറിക്കണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ ഇവന്മാർ. പിന്നെ വേറൊരാളെന്ന് പറയുന്നത് തവാൻ എന്ന് പറയുന്ന ഒരു അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മോനെ ഉള്ളായിരുന്നു. മുഴങ്ങോടിക്കാവിൽ അമ്പലം എന്ന് പറയുന്ന അവിടെയാണ് ഈ വാവയെന്ന് പറയുന്ന ആ ചേച്ചി അവിടെയാണ് താമസിച്ചത്. മുഴങ്ങോടിക്കാവിൽ അമ്പലത്തിൻ്റെ അടുത്ത് മോടിട്ട വീടെന്ന് പറയുന്ന ഒരു വീട്ടിലാണ് അവരെ കല്യാണം ആ ചേട്ടൻ അവരുടെ അമ്മ കൊണ്ടുപോയത്. ആ ആയിരുന്നു ഈ ചേട്ടൻ അവസാനം ഒറ്റയ്ക്ക്. തവാൻ എന്നായിരുന്നു പേര്. ഗൾഫിലൊക്കെ പോയതാണ്. എന്നിട്ട് എന്താ ഈ തവാൻ എന്ന് പറയുന്ന അയാൾ ഒരു കല്യാണമൊക്കെ കഴിച്ചു. പക്ഷേ ആ പെണ്ണിനെ ആരാണ്ടെല്ലാം വടകി പിടിച്ചുകൊണ്ട് പോയി ഇയാളെ ഒറ്റയ്ക്കായി. അങ്ങനെ ഏറ്റവും അവസാനം ഈ ഇതിനെയും കെട്ടിത്തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. നിങ്ങൾക്കിതെല്ലാം അന്വേഷിക്കാം, അന്വേഷിക്കാം. ഇവിടെ ഇന്നടുത്ത് നിങ്ങൾ കറക്റ്റായിട്ട് പോയി അന്വേഷിച്ചാൽ അറിയാം ഈ ക്രിമിനൽ പശ്ചാത്തലം. ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവനാണ് ഏറ്റവും വലിയ ക്രിമിനൽ, ഏറ്റവും വലിയ നമ്പർ 1 ക്രിമിനൽ. കാരണം ഇവനെക്കുറിച്ച് എന്നോട് 2019 പ്രിയ എന്ന് പറയുന്ന ഒരുത്തി പറഞ്ഞതാണ്. ഇവരുടെ തന്നെ ഈ സൽപ്പകവല്ലി എന്ന് പറയുന്നവരുടെ ചേട്ടത്തിയായ സതിയുടെ മകൾ ആയ പ്രിയ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവന് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നും സദാനന്ദ മന്ദിരത്തിൽ വന്ന് ഇടിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സദാനന്ദ മന്ദിരത്തിൽ വന്നിങ്ങനെ ഇളക്കുന്ന കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പ്രിയ ഗോപിനാഥ് എന്ന് പറയുന്നവൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. ഇവനായിരുന്നു ഭയങ്കര അസുഖം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഇവനിങ്ങനെ ഇൻഷുറൻസ് മോഷ്ടിക്കാൻ എൻ്റെ ആരൊക്കെയോ കൂടി ഇവനാണ് ഇതിൻ്റെ മെയിൻ ഇവൻ പാർട്ടിയിലൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഭയങ്കര കള്ളനാണ് ഇവൻ ഇതൊരു മാസ്ക് ഒക്കെ വെച്ചാണ് 24 മണിക്കൂർ മാസ്ക് വെച്ചാണ് ഇവൻ്റെ പെരയ്ക്കകത്തും ഇരിക്കുന്നത്. എന്തിനാണെന്ന് അറിയത്തില്ല. ഇവൻ മാസ്ക് വെച്ചാണ് ഇവൻ്റെ വീട്ടിനകത്തും ഇരിക്കുന്നത്. വീടിനകത്തും മാസ്ക് വെച്ചാണ്. ഇവൻ ഭയങ്കര കള്ളനാണ്. അങ്ങ് ആൾമാറാട്ടം നടത്തുകയാണ്. ഇവൻ എവിടെയൊക്കെയോ ഇരിക്കുന്നു, ഞാൻ ഏതോ ആണുങ്ങളുടെ കൂടി ഇരിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അവനും അവൻ്റെ പെണ്ണുപിള്ളയും കൂടെ കയറിയിരുന്നങ്ങ് നാടകമാണ്. വലിയ ശല്യമാണ് അവനെക്കൊണ്ട്. അവൻ പറയുന്നതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഈ പറയുന്നതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ലൈറ്റ് ഇട്ട് കിടന്നുറങ്ങുന്നു, എന്താടി നിൻ്റെ മുഖത്തോട്ട് ലേസർ അടിച്ച സൗന്ദര്യം പോവോടി, നീ എന്തിനാടി മുഖത്ത് പരട്ടി വെച്ചിരിക്കുന്നത്, എന്താടി വട്ടേ എന്ന് ഇതെല്ലാം വിളിക്കുന്ന ഇതുപോലെ ഗ്യാസ് ലൈറ്റിംഗ് ആണ് ഇവൻ്റെ നമ്മളെ ഇങ്ങനെ സർവ്വസമയം ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നതാണ് ഇവന്മാരുടെ ജോലി എന്ന് പറയുന്നത്. കുറേ എണ്ണം ഉണ്ട് നമ്മളെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ടാർഗറ്റഡ് ഇൻഡിവിജ്വലാണ്. നിങ്ങൾക്കറിയാം ടാർഗറ്റഡ് ഇൻഡിവിജ്വലിനെതിരെ എന്തൊക്കെയാണ് ഈ കൂട്ടർ ചെയ്യുന്നതെന്നുള്ളത് ഗൂഗിളിനകത്ത് വളരെ വ്യക്തമായിട്ടുണ്ട്. ഇതിനെക്കാട്ടി മുന്നേ വർഷങ്ങളായിട്ട് ഞാൻ ഇതെല്ലാം പറയുന്നുണ്ട്. നമ്മുടെ മുഖത്തോട്ട് പോയിസണസ് ഗ്യാസ് അടിക്കുക, എന്നിട്ട് ലിവർ ഡിസീസ് ആണെന്ന് പറയാൻ നോക്കുക. നമുക്ക് ഉറക്കെ സംസാരിക്കാൻ പറ്റത്തില്ല. നമുക്ക് സ്വാതന്ത്ര്യമേ ഇല്ല. ഇവരാരാണ് നമ്മളെ ജഡ്ജ് ചെയ്യാൻ? നമുക്ക് സംസാരിക്കാനുള്ള അവകാശമില്ലയോ? നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. ഇവനൊക്കെ ആരാണ് നമ്മളെ ജഡ്ജ് ചെയ്യാൻ? ഇവനോടൊക്കെ ആര് പറയും നമ്മളെ ജഡ്ജ് ചെയ്യാൻ? നമ്മൾ ഇവരുടെ ഒന്നും വീട്ടിൽ പോകുന്നില്ല. ഇവന്മാരെയൊന്നും എന്താണെന്നോ ഇവന്മാരെന്തെടുക്കുന്നതെന്നോ ഒന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല. ഇവന്മാരാണ് ഇങ്ങനെ രണ്ട് സൈഡിലും വലിയ ചൈല വന്മതിലൊക്കെ കെട്ടിയ ചവിടി ഇങ്ങനെ ഇരിപ്പാണ്. കുറേ ആണുങ്ങളെയും വിളിച്ച് കയറ്റി ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് നമ്മളെക്കുറിച്ച് കഥ പറയുക. ഇതൊക്കെയാണ് വലിയ ശല്യമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ആൻറ്റി സോഷ്യൽ എലിമെൻസിനെ കൊണ്ട്. നാർസിസിസ്റ്റിക് ബിഹേവിയറും ഈ എന്താ പറയുന്ന ഗ്യാസ് ലൈറ്റിങ് അങ്ങനെയുള്ള ഭയങ്കര ഹിഡൻ അജണ്ടയുമായിട്ട് നടപ്പാണ് ജോലി. ഇവർ ഒരു വൃന്ദയെന്ന് പറയുന്നവൾ, അവൾ വന്നാൽ ഫോൺ താത്തു വയ്ക്കത്തില്ല. ഭയങ്കര ഇതാണ് അവളുടെ ഫോണൊക്കെ. ഇതെന്താണ് യൂസ് ചെയ്യുന്നത്, എന്ത് ഹിഡൻ ആപ്പാണ് ഇവളുടെ ഇതിൻ്റെ പുറകിൽ കിടന്ന് ഇതാക്കുന്നതെന്നൊക്കെ സൈബർ സെൽ വിചാരിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ ചേനയെ അതിന്ന് ഇപ്പം അങ്ങ് അടിക്കാൻ തുടങ്ങി. നമ്മുടെ ഇതിലോട്ട് നമ്മളല്ലാതെ വേറൊന്നും തിന്നില്ല. ചേന തിന്നപ്പോഴത്തേനും നമ്മുടെ കിഡ്നിയിലോട്ട് അടിക്കുകയാണ്. വാട്ടർ റിറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുക. നമ്മളെ ആഹാരം പോലും കഴിക്കാൻ സമ്മതിക്കത്തില്ല. സകല സമയവും നമ്മളെ ഇതാക്കുക. ന്യൂറൽ ഇമേജിങ്, അങ്ങനെ V2K, വോയിസ് ടു സ്കള്ള്, ഇതെല്ലാം പറയുന്നുണ്ട്. തലയിലോട്ട് ശബ്ദം അടിക്കുന്നു. മറ്റേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് ടു സ്കൾ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസോണിക് സൗണ്ട് വെച്ചാണ് അടിക്കുന്നത്. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉദ്ദേശം എന്തുവാണെന്നുള്ളത്. ഇൻഫ്രാസോണിക് സൗണ്ട് വെച്ച് നമ്മുടെ തലയിലോട്ട് അടിച്ചാൽ ഭയങ്കര എന്താണ് ആ സൗണ്ട് കാരണം നമ്മുടെ തലച്ചോറിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇല്ലാതാവും. അങ്ങനെ ഇല്ലാതാക്കി നമ്മുടെ തലച്ചോറിന് മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. തലച്ചോറിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇല്ലാതായാൽ നിങ്ങൾക്കറിയാം സ്ട്രോക്ക് വരും, പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, മെമ്മറി ലോസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവും. അതിനാണ് വേണ്ടി ഇവന്മാർ V2K, വോയിസ് ടു സ്കൾ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസോണിക് സൗണ്ട്. നമ്മൾ വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇതെല്ലാം നമ്മൾ ഇതിനെക്കാട്ടി മുന്നേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഇവന്മാർ ചെയ്യുകയാണ്. കുറേ അയൽക്കാരും കുറേ അവന്മാരും എല്ലാം കൂടി നമ്മളെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുകയാണ്. നമ്മൾ അവിടെ ഇവിടെ പോകുന്നുണ്ടെങ്കിൽ അവന്മാരുടെയൊക്കെ വീട്ടിൽ കയറിയെന്നും ഒക്കെയുള്ള കഥകൾ ഉണ്ടാക്കുക. അതൊന്നുമല്ല. ഇതെൻ്റെ വീടാണ്, ഇത് സഹദേവ മന്ദിരം, ഇവിടെയാണ് ഞാനിരിക്കുന്നത്. അല്ലാതെ കണ്ടിടമൊന്നും എനിക്ക് പോകേണ്ട കാര്യമില്ല. വേറെ ആരുമില്ല. എൻ്റെ പാർട്ട്ണറിൻ്റെ പേര് മുക്കും ഗുജർ എന്നാണ്, രാജസ്ഥാനിയാണ്. ഇതിവിടെ എൻ്റെ അമ്മയെ മാത്രമേ ഉള്ളൂ. ഞാനും എൻ്റെ അമ്മയും മാത്രമാണ് ഇവിടെ ജീവിക്കുന്നത്. ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇവന്മാരെ കൊണ്ട്.